ഉയർപ്പ് കാലം 4-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പ്രേക്ഷിത ദൗത്യം. പുതിയ ജനത്തിന് പത്രോസ് എന്ന ഒരു ഇടയനെ നൽകുന്ന സുവിശേഷ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം വായിച്ചത്. ഇന്ന് ആ പുതിയ ജനത്തിന് നൽകപ്പെടുന്ന ദൗത്യത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുക. വലിയ ഉത്തരവാദിത്തമാണത്. പുതിയ ധാർമ്മികതയെ ലോകം അത്ര എളുപ്പത്തിൽ സ്വീകരിക്കില്ല. എല്ലായിടത്തും ഒറ്റപ്പെടൽ, അവഹേളനം, പീഡനം മാത്രമേ പ്രതീക്ഷിക്കാവൂ. പക്ഷേ ഇന്ന് യേശു നൽകുന്ന വാഗ്ദാനം സുവിശേഷം പ്രഘോഷിക്കുക, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ്. ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. മർക്കോസ് 13:10. അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവായിരിക്കും അപ്പോൾ സംസാരിക്കുക. യുഗാന്തം വരെ നമ്മോടൊപ്പം വസിക്കുന്നത് യേശുവിൻ്റെ ആത്മാവായിരിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. മത്തായി 1:23. ഇന്ന് അതിൻ്റെ പരിപൂർത്തി എന്ന വണ്ണം അവൻ പ്രഖ്യാപിക്കുന്നു. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായി 18:20. ആരംഭം മുതൽ ദൈവത്തിൻ്റെ ചൈതന്യം പ്രപഞ്ചത്തോടൊപ്പമുണ്ടായിരുന്നു. ഉൽപ്പത്തി 1:2. അബ്രാഹത്തെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പിതാവായി തിരഞ്ഞെടുക്കുന്നതും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ കാനാൻ നാട്ടിലേക്ക് നയിക്കുന്നതും കടലിനെ വിഭജിക്കുന്നതും 10 കൽപ്പനകൾ നൽകുന്നതും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും പാറ പിളർത്തി ദാഹജലം നൽകുന്നതും ഭക്ഷിക്കാൻ കാടപ്പക്ഷിയെയും മന്നായും നൽകി പരിപാലിച്ചതും ദൈവം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഭരിക്കാൻ രാജാവും വഴിയിടറിയപ്പോൾ പ്രവാചകന്മാരെയും അവിടുന്ന് അയച്ചു. പീഡനങ്ങളിൽ പിടിച്ചു നൽകാനുള്ള ശക്തി നൽകി. തീച്ചൂളയിൽ തള്ളിയ 3 യുവാക്കന്മാർ. ദാനിയേൽ 3:1. സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ. ദാനിയേൽ 14:31. അവസാനം ആരും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട്. യോഹന്നാൻ 3:16. ദൈവം നമ്മോടുകൂടെ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നുമൊക്കെയുള്ള വാഗ്ദാനം യേശു നവീകരിക്കുന്നു. ഇന്നത്തെ 4 വായനകളിലും ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള കരുതലിൻ്റെ ദൈവം കൂടെയുണ്ട് എന്ന ചിന്തകളാണ് കാണുക. ഒന്നാമത്തെ വായനയിൽ ദൈവമായ കർത്താവ് ജോഷുവയോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന ഉറപ്പാണ് നാം വായിക്കുക. ജോഷുവ 1:9. രണ്ടാം വായനയിൽ ഒദാദിന്റെ മകൻ അസീറിയായുടെ മേൽ ആത്മാവ് ഇറങ്ങി വരികയും നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് നിന്നാൽ ഞാനും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന വാഗ്ദാനം ബെഞ്ചമിൻ ഗോത്രത്തോട് ആവർത്തിക്കുന്നു. 2 ദിനാവർത്തനം 15:1-7. മൂന്നാം വായനയിൽ പൗലോസ്ലീഹ ചോദിക്കുകയാണ്, കർത്താവ് ഈശോ മിശിഹ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നത് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണ്. 2 കൊറിന്തോസ് 13:5-10. ലോകം മുഴുവൻ നമ്മെ ഒറ്റപ്പെടുത്തിയാലും സകലരും ചേർന്ന് ആക്രമിച്ചാലും നമുക്ക് തുണയായി കർത്താവുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടായാൽ മതി. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? റോമ 8:31. സ്നേഹിക്കുന്നവരെ നാം ഒരിക്കലും കൈവിടുകയെന്നില്ല. അതുപോലെ തന്നെ ദൈവവും നമ്മെ കൈവിടുകയില്ല. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യമായും പാതി വഴിയിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചു പോകില്ല എന്നതിൻ്റെ തെളിവാണ്. ഈ ലോകത്തിലുള്ളതൊന്നും ദൈവത്തെക്കാൾ ഉപരിയാകരുത്. അസ്തമിക്കാത്ത സ്നേഹം ദൈവം മാത്രമാണ്. പെറ്റമ്മ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. ഏശയ്യ 49:15. ദൈവം എപ്പോഴും നമ്മെ ചേർത്ത് പിടിക്കുന്നു. എന്നാൽ നാമോ ദൈവത്തെ മറന്ന് സൃഷ്ടികളിൽ ആശ്രയം വെക്കുകയല്ലേ ചെയ്യുന്നത്? ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ നമുക്കിടയിൽ ജീവിച്ചു കാണിച്ചു തന്ന മാതൃക സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒറ്റപ്പെട്ടവരെ അവൻ മാറോടണച്ചു. അവഗണിക്കപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു. രോഗികൾക്ക് സൗഖ്യം നൽകി. പാപികളെ ആശ്ലേഷിച്ചു. അവനെ അനുഗമിക്കുന്നവർക്കുള്ള മാതൃകയാണത്. ഇതുപോലെ
ദൈവം പക്ഷം ചേർന്നവരുടെ പക്ഷത്താണോ നാമും പക്ഷം ചേരുന്നത്? ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. ഞാൻ കൽപ്പിച്ചവയെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുവിൻ. പരിശുദ്ധ ത്രിത്വമായ ഏകദൈവത്തെക്കുറിച്ചും അതിൽ രണ്ടാം മക്കളായ പുത്രൻ മനുഷ്യനായി പിറന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിലേറി മരിച്ചുവെന്നും മൂന്നാം നാൾ മരിച്ച് ഉദ്ധാനം ചെയ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നുവെന്നും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ലോകത്തെ പഠിപ്പിക്കാനുള്ള ഭാഗധേയമാണ് ഓരോ ക്രിസ്ത്യാനിക്കുമുള്ളത്. യേശു നമുക്ക് നൽകിയ സുവിശേഷമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരം. അത് പാരായണം ചെയ്യുക, ശ്രവിക്കുക, പ്രഘോഷിക്കുക, ജീവിതഗന്ധിയാക്കുക, യേശുവിനെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നതൊക്കെ അതിന്റെ ഒഴിച്ചുകൂട്ടാനാവാത്ത ഘട്ടങ്ങളാണ്. തന്റെ ആത്മസമർപ്പണത്തിലൂടെ യേശു അത് നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നു. അവൻ സഞ്ചരിച്ചത് പൂക്കൾ വിരിച്ച പാതയിലൂടെയല്ല, പീഡനങ്ങളുടെയും അവഹേളനങ്ങളുടെയും നടുവിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു അത്. അവനെ പിഞ്ചെന്നവർ സഞ്ചരിച്ച പാതയാണത്. സ്ലീഹന്മാരും ആദിമ ക്രൈസ്തവരും അതിലൂടെ സഞ്ചരിച്ചു. ഇന്നും അവനിലുള്ള വിശ്വാസത്തെ പ്രതി ക്രൈസ്തവർ കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ അനുദിനം പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. വാഴ്ത്തപ്പെട്ട റാണിയ മരിയ, അരുൾദാസ്, ഗ്രാം സ്റ്റാൻ സ്വാമി എന്ന ജസ്യൂട്ട് വൈദികനൊക്കെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സാക്ഷ്യമായവരാണ്. പീഡനങ്ങളുണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അവിടുന്ന് നമുക്ക് നൽകും. വരാനിരിക്കുന്ന മൗത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ സഹനങ്ങൾ എത്ര നിസ്സാരം. റോമ 8:18. യേശുവിന്റെ അനുയായികൾ എന്ന് ധരിക്കുകയും ലൗകിക ജ്ഞാനത്തിന്റെയും സമ്പത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും പുറകെ അലഞ്ഞ് സുവിശേഷ വേലയ്ക്ക് പ്രതിബന്ധമാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സാത്താനെ ദൂരെ പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ്. മത്തായി 16:23 എന്ന് പത്രോസിനെ നോക്കി പറഞ്ഞത് ഇന്ന് നമുക്ക്